ശിവാനി, കുറെ നാളായിട്ട് എൻ്റെ മനസ്സിലൊരു കാര്യം തന്നോട് പറയണമെന്ന് ഞാൻ വിചാരിക്കുക. ഇന്നലെ ഞാൻ തന്നോട് വെച്ച് കണ്ടപ്പോഴും എല്ലാം തുറന്നു പറയണമെന്ന് ഞാൻ ശരിക്കും കരുതിയിരുന്നു. പറയാൻ പറ്റിയില്ല. തൻ്റെ ഫോൺ നമ്പർ ഞാൻ വാങ്ങിയ ശേഷം വേറൊരാൾക്ക് ഫോൺ ചെയ്യാൻ എനിക്ക് മനസ്സേ വരുന്നില്ല. ആ ഫോണിൽ തൻ്റെ നമ്പർ മാത്രമേ ഉള്ളൂ എന്നൊരു ഫീലാണ് എനിക്ക്. ഐ ഡോണ്ട് നോ വൈ. ആര് മെസ്സേജ് ചെയ്താലും ആരെന്നെ വിളിച്ചാലും അത് താനാന്നൊരു തോന്നൽ. വേറെ ആരെങ്കിലോട് ഞാൻ ഫോണിൽ സംസാരിക്കുമ്പോഴും തന്നോടാ സംസാരിക്കുന്ന മനസ്സിൽ. എന്താ ഇങ്ങനെയൊക്കെ തോന്നിയെന്ന് ഞാൻ ആലോചിച്ച് നോക്കിയപ്പോ എനിക്ക് സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം എടുക്കേണ്ടി വന്നു. ഐ മീൻ ലവ് വിത്ത് യു. I love you. I really love you a lot, Shivani. I love you too. ത്രിവിക്രം, ത്രിവിക്രം, എന്താ പറ്റിയത്? അല്ല, ഞാൻ കുറെ നേരമായിട്ട് സംസാരിച്ചോണ്ടിരിക്ക. നീ ആണെങ്കി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിക്ക. വേറെ ഏതോ ലോകത്താണെന്ന് തോന്നല്ലോ. അയ്യോ, ഞാനപ്പോ ഇത്ര നേരം കണ്ട സ്വപ്നമായിരുന്നു. എല്ലാം ഞാൻ ഇവളോട് പറഞ്ഞു കരുതി. പകൽക്കിനാവ് കാണാന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ അത് കാണുന്ന ഒരാളെ ആദ്യമായിട്ടാ കാണുന്നത്. ശരി, വാ, അകത്തേക്ക് വാ. വാ, എനിക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, പ്രതീക്ഷിക്കാതെ വന്നതുകൊണ്ട് ചോദിച്ചോന്നേ ഉള്ളൂ. ഞാനെന്തോ പറയാനാ വന്നതെന്ന് ഇവക്കെങ്ങനെ മനസ്സിലായേ? എന്താ പറ്റിയത്? എന്തോ ഒന്നും മിണ്ടാതിരിക്കുന്നെ? അത് ഇവൻ എന്തോ സംസാരിക്കാൻ തുടങ്ങുന്നുണ്ടല്ലോ. എന്തായിരിക്കും അത്? ഇഷ്ടത്തെക്കുറിച്ചാണോ? കണ്ടിട്ടെന്തോ വല്ലായ്കയുള്ളതുപോലെ തോന്നുന്നുണ്ടല്ലോ. ഒരു മിനിറ്റ്, ഞാൻ വെള്ളം എടുത്തിട്ട് വരാം. ശിവാനിയോടെല്ലാം തുറന്നു പറയാന്ന് ഞാൻ തീരുമാനിച്ചുറപ്പിച്ച വന്നേ. എന്നിട്ട് ഇവിടെ വന്നപ്പോ അതിന് പറ്റുന്നില്ലല്ലോ. എന്താ ചെയ്യാ? I can't. എനിക്കൊരിക്കലും ഇങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. പറയാനുള്ളതൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല. എന്താ എന്താ കാര്യം? അറിയില്ല, എന്തോ വല്ലാതെ ചൂടെടുക്കുന്ന പോലെ. നമുക്കൊന്ന് പുറത്തേക്ക് പോയാലോ? കുറച്ച് ഫ്രഷ് എയർ ഒക്കെ കിട്ടുമ്പോ നമുക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാലോ. ഇനി എന്തോ എന്നാലും ശരി, പുറത്തു വെച്ച് എന്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും പറയണം. പ്രപ്പോസ് ചെയ്തേ പറ്റൂ. മുതലാളി, ഫയൽ ഇവിടെ വെച്ചിട്ടുണ്ട്. മുതലാളി, എന്താടാ? എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ചോദിച്ചു. അത് പിന്നെ കൊച്ചു മുതലാളി കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണേതാ? ഇതെന്ത് ചോദ്യമാടാ നീ എന്നോട് ചോദിക്കുന്നത്? അവൻ ഇതേ കുറിച്ച് നിന്നോടൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞില്ല മുതലാളി. എന്നോട് ഇതുവരെ എല്ലാ കാര്യങ്ങളും പറയാറുള്ളതാ, പക്ഷെ ഈ കല്യാണക്കാര്യം മാത്രം പറഞ്ഞില്ല. നീ ഇതെന്തിനാടാ എന്നോട് ചോദിക്കുന്നേ? അവനോട് തന്നെ ചോദിക്കും. അവന്റെ വായിന്ന് കേൾക്കുന്നതല്ലേ നല്ലത്. നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേടാ? എന്നാലും നിനക്കറിയാവുന്ന കുട്ടി തന്നെ.
എനിക്കറിയുന്നു കൊച്ചെ. ഓ കൊച്ചു മുതലാളിയുടെ കോളേജ് മേറ്റ് നയനയല്ലേ? ഓ അല്ലേ? നമ്മുടെ തൊട്ടടുത്ത സൈറ്റിലെ ഓണറുടെ മകള് സുമയല്ലേ? ഓ അവളും അല്ലല്ലേ? ആ രാജേണ്ട മകള് നിഷയാണല്ലേ? നാട്ടിലുള്ള പെമ്പിള്ളേരുടെ പേര് വേണമെന്ന് നിനക്കറിയാലോ. കുറച്ചുകൂടെ കാത്തിരിക്കടാ, ആളെ നിനക്ക് മനസ്സിലാവും. ത്രിവിക്രമനാമൻ സ്നേഹിക്കുന്ന പെണ്ണിനോട് ഈ കാര്യങ്ങളൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പോഴാ പറയാൻ വേണ്ടി പോയിരിക്കുന്നത്. അവള് സമ്മതിച്ചാ അവനായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും പറയും. അല്ലെങ്കിൽ പിന്നെ പറയുന്നതുകൊണ്ട് പ്രയോജനമില്ലല്ലോ. ശരിയാ മുതലാളി, ഇതിലിപ്പോ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ലെന്നേ. അതാരായിരുന്നാലും ശരി, കൊച്ചു മുതലാളിയെ വേണ്ടെന്ന് പറയോ? ആര് തന്നെ ആയാലും കണ്ണും മൂട്ടി കൊച്ചു മുതലാളി ഇഷ്ടമാണെന്ന് പറയില്ലേ? അവൾ ഓക്കെ പറയുന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞാനും ഉള്ളത്. വെറുതെ ഒരു പ്രതീക്ഷയല്ല മുതലാളി, കൊച്ചു മുതലാളി അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടെന്നേ. അതുപോലെ ശിവാനി, എന്താന്നറിയില്ല, കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല. ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല. എന്റെ മനസ്സിന്റെ കൺട്രോൾ എന്റെ കയ്യിലല്ലാത്ത പോലെ. എന്താ എനിക്കിങ്ങനെയൊക്കെ എന്ന് ഒരു പിടുത്തം കിട്ടുന്നു. എന്നാ എനിക്ക് മനസ്സിലായി. മനസ്സിലായോ? ആണോ? അത് ദഹനക്കേടിന്റെ കുഴപ്പം. അങ്ങനെ വരുമ്പോഴാണ് ഭക്ഷണം കഴിക്കാൻ പറ്റാതാവുക, ഉറക്കം വരാതിരിക്കുക. അത് തന്നെയല്ലേ തന്റെ പ്രശ്നം? ശിവാനി, എനിക്ക് ഡൈജസ്റ്റിന്റെ പ്രശ്നം ഉണ്ടോന്ന് അറിയില്ല. പക്ഷെ താൻ സംസാരിക്കുന്നത് എനിക്ക് ഒട്ടും ഡൈജസ്റ്റ് ആവുന്നേ ഇല്ല. സത്യത്തിൽ എനിക്ക് നിങ്ങൾ പറയുന്നത് ഒന്നും മനസ്സിലായിട്ടില്ല. ആദ്യം നീ ഏതെങ്കിലും ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യ് പ്ലീസ്. ഡോക്ടറെ കാണാനല്ലേ വന്നിരിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാ, ഡോക്ടർക്ക് എന്റെ അസുഖം എന്താന്ന് മനസ്സിലാവുന്നില്ലല്ലോ. എന്താ തുറന്നു പറയാത്തത്? നീ തന്നെയാണ് എന്റെ അതിശേഷം എന്ന് എനിക്ക് മനസ്സിലായി. നിന്റെ സ്നേഹം എന്നോട് തുറന്നു പറയൂ. എനിക്ക് പറ്റുന്നില്ല ശിവാനി, എന്റെ മനസ്സിലുള്ള തുറന്നു പറയാൻ എനിക്ക് പറ്റുന്നില്ല. പക്ഷെ എന്റെ സ്നേഹം എന്തായാലും നിന്നോട് ഞാൻ തുറന്നു പറഞ്ഞിരിക്കും. ശിവാനി, തന്നോട് കുറെ ദിവസമായിട്ട് ഞാൻ ഒരു കാര്യം പറയണമെന്ന് ആഗ്രഹിക്കാം. എനിക്ക് തന്നെ കാണുമ്പോ എന്നും ഇങ്ങനെ കണ്ടോണ്ടിരിക്കാനേ തോന്നുക. സംസാരിക്കുമ്പോ ആണെങ്കിൽ എനിക്ക് സംസാരം നിർത്താനേ തോന്നുന്നില്ല. തന്നെ കാണുമ്പോഴെല്ലാം പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലായിരിക്കും. തനിക്ക് അതുപോലെ എന്തെങ്കിലും തോന്നാറുണ്ടോ? ശിവാനി, തന്റെ മനസ്സിൽ എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്റെ മനസ്സിലുള്ളത് അത് ഞാൻ എങ്ങനെ പറയാ? അത് എന്റെ മനസ്സിലുള്ളത് എന്താന്ന് എനിക്ക് തുറന്നു പറയാനായിട്ട് വല്ലാത്തൊരു പേടി. പറയാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കിയതാ. ശിവാനി, താൻ എന്നോടൊന്നും വിചാരിക്കരുത് പ്ലീസ്. ശിവാനി, എനിക്ക് ഞാൻ തന്നെ ഞാൻ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്ത് വെച്ചത് ശിവാനി ഇപ്പൊ കണ്ടിട്ടുണ്ടാവുമല്ലോ. കണ്ട അപ്പൊ തന്നെ എന്നെ വിളിക്കേണ്ടതല്ലേ? ഫോൺ വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ മെസ്സേജെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് അയച്ചുകൂടെ? ഇതൊക്കെ ഇത്ര വലിയ ബുദ്ധിമുട്ടാണോ? എന്താ ശിവാനി ഇത്രയും നേരമായിട്ടും വിളിക്കാത്ത? ത്രിവിക്രം, എന്താ ഇത്? അവളെന്നെ അന്വേഷിച്ച് ഇനി വീട്ടിലേക്ക് പോയിട്ടുണ്ടാവോ? ഏയ്, ചാൻസ് ഇല്ല. അതിനൊരു വഴിയില്ല. അവൾ എന്നെ വിളിച്ചില്ലെങ്കിൽ എന്താ, ഞാൻ അവളുടെ അടുത്തേക്ക് പോയാ പോരെ?
എന്താ ഇതൊക്കെ ത്രിവിക്രം? ഇതാണോ തനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞത്? അല്ല അത് എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? നിങ്ങളുടെ മനസ്സിൽ ഇതൊക്കെയാണെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. അല്ല ശിവാനി, ഇനി ഞാൻ ഒന്നും പറയണ്ട പ്ലീസ്. തന്റെ മനസ്സിൽ ഇതായിരുന്നെങ്കിൽ അത് നേരിട്ട് എന്നോട് പറയാതെ അത് ഡിസ്പ്ലേ ചെയ്ത് വെക്കാണോ വേണ്ടത്? ഈ വഴി കൂടെ പോകുന്നവരൊക്കെ കാണാൻ വേണ്ടിട്ടാണോ ഇത് ചെയ്തത്? അത് ചെയ്തത് ഞാനല്ല. ഓ, ഇനി ഇത് ചെയ്തത് താനല്ലാന്ന് പറഞ്ഞ് നാടകം കളിക്കണ്ട. താൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. ഇതാരായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തത്? ശിവാനി, ഒരു മിനിറ്റ് നിൽക്ക പ്ലീസ്. സോറി, ഐ ആം റിയലി സോറി. ശിവാനി, അത് എന്തിനാ ഇങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്? അത് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ തനിക്ക് ദേഷ്യം തോന്നിയാലൊന്ന് കരുതിയിട്ടാ ഞാൻ. ഹായ് മാഡം. ആ പറയൂ, എന്തിനാ ഇപ്പൊ വന്ന്? ശിവാനി മാഡം, എന്താ കാര്യം? അവരോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. നിങ്ങൾ ബുദ്ധിമുട്ടണ്ട, ഞാൻ തന്നെ പോയി നോക്കിക്കോളാം. തൃശൂർ, നീ ഇപ്പൊ അകത്തോട്ട് കൊണ്ട ഒരാവശ്യമില്ല. എന്താന്ന് വെച്ചാ ശിവാനി ഇപ്പൊ ഇവിടെ ഇല്ല. എന്താ ഇവിടെ ഇല്ലേ? ഓ, ശിവാനി എന്നെ തിരഞ്ഞ് എന്റെ വീട്ടിൽ പോയതാവും. എനിക്കറിയായിരുന്നു അവരെന്നെ അന്വേഷിച്ച് എന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവുന്നു. അയ്യോ, ഞാനുണ്ടല്ലോ ഒരു പൊട്ടന, ഓർത്തതയില്ലെന്നേ. പാവം, എനിക്ക് വേണ്ടി ഇപ്പോ അവിടെ കാത്തു നിൽക്കുന്നുണ്ടോ. ഹലോ, ഒന്ന് വെറുതെ ഇരിക്കൂ. മാഡം എന്തിനാ നിന്നെ നോക്കി അങ്ങോട്ട് വരുന്നത്? അവക്ക് വേറെ പണിയൊന്നുമില്ലേ? ശിവാനി അമ്പലത്തിലേക്കാണ് പോയിരിക്കുന്നത്. അമ്പലത്തിൽ പോയെന്നോ? അപ്പോ ഞാൻ അത് ചെയ്തു വെച്ച അതേ വഴിയിലൂടെ ആയിരിക്കും പോയത്. അങ്ങനെയാണെങ്കിൽ എന്തായാലും ഞാൻ ചെയ്തു വെച്ച അവർ കണ്ടിട്ടുണ്ടാവണല്ലോ. മാഡം, നിങ്ങൾ അവര് ഫോൺ വിളിച്ചായിരുന്നോ? അതൊക്കെ നീ എന്തിനാ അറിയുന്നേ? വരൂന്നേ. ആദ്യം അവർ എന്നെ വിളിക്കും, പിന്നെ നിങ്ങൾ വിളിക്കും. എന്താന്ന് വെച്ചാ ഇപ്പൊ ഞാൻ പ്രതീക്ഷിക്കുന്നത് മാത്രം നടക്കുന്നത്. നീ എന്താ പറയുന്നേന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നും ഇപ്പൊ മനസ്സിലാവില്ല. എല്ലാം എന്റെ പ്രതീക്ഷയ്ക്കൊപ്പം നടക്കുന്നുണ്ട്. അധികം വൈകാതെ ഒരു കാര്യം നടക്കും, അതും ശിവാനി മാഡത്തിന്റെ കൂടെ. ശിവാനി പ്ലീസ്, എന്നെ ഒന്ന് മനസ്സിലാക്ക്. തനിക്ക് എന്നോട് ഒരിഷ്ടമില്ലേ? എല്ലാം സംസാരിച്ച് ബലിപ്പിക്കണം. മൗനം സമ്മതായിട്ട് എടുത്തൂടെ? എന്നുവെച്ചാ തനിക്കെന്നോട് സത്യാണോ? മഹാമായേ, ത്രിവിക്രമൻ ശിവാനിയോട് അവന്റെ പ്രേമം തുറന്നു പറഞ്ഞിരിക്കുന്നു. അവൾക്കും എതിർപ്പൊന്നുമില്ല. പറയൂ, ഒന്നുകൂടി പറയൂ. ത്രിവിക്രമന്റെ പ്രണയാഭ്യർത്ഥന ശിവാനി അംഗീകരിച്ചിരിക്കുന്നു. പറയൂ, ഒരു തവണ കൂടി പറയൂ. എത്ര തവണ ആവർത്തിക്കണം മഹാമായേ? ഞാൻ അളവറ്റ സന്തോഷത്തിലാണ്, വല്ലാത്ത സന്തോഷത്തിലാണ്. ആ ഒരു കാര്യം എത്ര തവണ കേട്ടാലും എനിക്ക് മതിയാവില്ല. ഞാൻ കൊടുത്തുവിട്ട ചോർണം പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇത്രയും വർഷമായിട്ടുള്ള എന്റെ ശ്രമത്തിന് ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഈ സന്തോഷം എനിക്ക് മതിമറന്നൊന്ന് ആഘോഷിച്ചേ മതിയാവൂ. ആനന്ദിക്കണം എനിക്ക്. മഹാമായേ, അവര് രണ്ടുപേരും തമ്മിൽ പ്രേമം ആരംഭിച്ചെന്ന് മാത്രം. ആ നാഗകന്യക എന്റെ പേരക്കുട്ടിയെ പ്രേമിക്കുന്നുവെങ്കിൽ അവളുടെ മനസ്സ് എന്റെ പേരക്കുട്ടിയിൽ സമ്പൂർണമായി അർപ്പിച്ചിട്ടുണ്ടാവും. ഇനി ഈ ബന്ധം മുടക്കാൻ ആരാലും തന്നെ സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ അവളും ത്രിവിക്രമനും തമ്മിലുള്ള വിവാഹം തീരുമാനമായെന്നാണോ? അവർക്കിഷ്ടമായാൽ എല്ലാം നന്നായിട്ട് തന്നെ നടക്കും. എന്റെ പേരക്കുട്ടി അവളെ താലി കെട്ടിയാൽ അടുത്ത നിമിഷം
നാഗകന്യക ബന്ധിയാക്കപ്പെടും. പിന്നെ അവളുടെ ഒരു ശക്തിയും എന്റെ പേരക്കുട്ടിക്കെതിരെ പ്രയോഗിക്കാനാവില്ല. ത്രിവിക്രമന്റെ കയ്യിലുള്ള നാഗമാണിക്യവും മെല്ലെ മെല്ലെ എന്റെ പേരക്കുട്ടിയുടെ കൈകളിൽ എത്തിച്ചേരും. എന്റെ പേരക്കുട്ടി നാഗമാണിക്യത്തിന്റെ തന്നെ അധിപനായിട്ട് മാറും. ആ നാഗലോകവും അത് കണ്ടുകൊണ്ട് അതിന് സാക്ഷ്യം വഹിക്കേണ്ട അവസ്ഥയിലാവുകയും ചെയ്യും. ആ ശിവാനിക്ക് പിന്നെ അവളുടെ പുരുഷനോട് ചേർന്ന് നിൽക്കുക അല്ലാതെ വേറെ മാർഗമില്ല. എന്റെ പേരക്കുട്ടിയെ മറികടക്കുക എന്നുള്ളത് മറ്റാർക്കും സാധ്യമല്ല. ഡാഡി, എന്തു പറ്റി മരുമോനെ? അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല അങ്കിളെ. ഐ ആം ദ ഹാപ്പിയസ്റ്റ് മാൻ ഇൻ ദ വേൾഡ്. അതിന് മാത്രം എന്താ ഉണ്ടായത്? ഇനി പ്രത്യേകിച്ച് ഒരു വിശദീകരണം വേണോ? നീ പോയി സീറ്റ് എടുത്തിട്ടോ. അല്ല, ഇതുവരെ അവനൊന്നും പറഞ്ഞില്ല. എന്റെ മോൻ എന്താ പറയാൻ വരുന്നതെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇവന്റെ പ്രപ്പോസൽ ശിവാനി അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. സത്യമാണോ മോനെ? അതെ മമ്മി, ശിവാനി ഇന്ന് എന്നോട് ഇഷ്ടമെന്ന് പറഞ്ഞു. കൺഗ്രാറ്റ്സ് ബ്രോ. താങ്ക് യു വീണ, താങ്ക് യു സോ മച്ച്. കൺഗ്രാറ്റ്സ് മോനെ. ഞാൻ ഇപ്പൊ തന്നെ പോയി സീറ്റ്സ് എടുത്തോണ്ട് വരാം. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയായിരുന്നു. അവൾക്ക് എന്റെ മകനെ ഉറപ്പായും ഇഷ്ടമാവുമെന്ന് എനിക്കറിയായിരുന്നു. ബട്ട് അവള് തന്നെ അത് തുറന്നു പറയട്ടെന്ന് വിചാരിച്ചാ കാത്തിരുന്ന്. ഇനിയിപ്പോ എന്തായാലും വൈകിക്കണ്ട, സംസാരിച്ച ഡേറ്റ് ഫിക്സ് ചെയ്യാം. ഒടുവിലിപ്പോ നമ്മുടെ വീട്ടിലും ഒരു ശുഭകാര്യം നടക്കാൻ പോവാ. ഇത് വെറും ഒരു ശുഭകാര്യമല്ല ഗോവിന്ദ. ഈ കനകദുർഗ ഇതുവരെ കണ്ടിട്ടില്ലാത്തതും ഇനി കാണാൻ സാധ്യതയില്ലാത്തതുമായ ഒന്നാം തരം ഒരു കല്യാണമായിരിക്കും എന്റെ മന്ത്രി വിക്രമന്റേത്. താങ്ക്സ് ഡാഡി. ആ, കൊണ്ടുപോകണം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച്. ഒടുവിൽ ശിവാനി ത്രിവിക്രം മാരീഡ് ഫോർ എവർ. മുതലാളി, ഫോൺ ഉണ്ടായിരുന്നു. ആരാ? അൺനോൺ നമ്പറാണ്. ഹലോ ദിഗ്വിജയ്, ഞാൻ സാംബശിവനാണ് സംസാരിക്കുന്നത്. എക്സ്ക്യൂസ് മീ. സാംബശിവ, നീ ഇത് ഹോസ്പിറ്റലിൽ നിന്നാണോ? അല്ല, ഞാനിപ്പോ ഹോസ്പിറ്റലല്ല. പിന്നെ നീ എവിടെയാ? അതൊക്കെ ഞാൻ പിന്നീട് പറയാം. ഇപ്പൊ എനിക്ക് അത്യാവശ്യം താമസിക്കുന്ന സ്ഥലം വേണം. അല്ലടാ, പെട്ടെന്ന് ഫോൺ ചെയ്ത് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ നിന്റെ അസുഖമൊക്കെ. ദിഗ്വിജയ്, അതിനെക്കുറിച്ചൊക്കെ പറയാൻ ഇപ്പോ സമയമില്ല. ഇപ്പൊ എനിക്ക് സേഫായി നിൽക്കാൻ ഒരു സ്ഥലമാണ് ആവശ്യം. ഓക്കെ, നീ ഒരു കാര്യം ചെയ്യും. നിനക്ക് എന്റെ ഗസ്റ്റ് ഹൗസ് അറിയില്ലേ? നീ അങ്ങോട്ട് വയ്ക്കും. എല്ലാ അറേഞ്ച്മെന്റ്സും ഞാൻ ചെയ്തേക്കാം. ശരിടാ, ഞാൻ എല്ലാ ഫ്രണ്ട്സിനോടും വിളിച്ചു പറയട്ടെ. നീ എത്രയും പെട്ടെന്ന് അങ്ങോട്ട് വാ. ഓക്കെ? ഓക്കെ. മുതലാളി, ആരായിരുന്നു? സാംബശിവനാ ഫോൺ ചെയ്തത്. അവനെപ്പോഴാ റിക്കവർ ആയത്? അവനിപ്പോ ഒരു കുഴപ്പമില്ലല്ലോ. കൊച്ചുമുതലാളി, എന്തിനാ നിനക്കെന്താ പറ്റിയ? നീ ഓടുന്നെന്തിനാ? ഞാൻ പേടിച്ചു പോയല്ലോ. എന്നോട് ചെയ്തത് ശരിയാണോ? ഇതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ നിങ്ങളോട് ചെയ്തത്? ഞാനെന്ത് തെറ്റിയത്? ബോസ് കല്യാണം കഴിക്കുന്നത് ആരെയാണെന്ന് എന്നോട് പറഞ്ഞിട്ടേ ഇല്ല. അത് വളരെയേറെ മോശമായി പോയി. ഉറപ്പായിട്ടും വളരെ ലജ്ജാവഹം. കള്ള, നിനക്ക് സത്യമായിട്ട് ആ പെൺകുട്ടി ആരാന്ന് അറിയില്ലല്ലേ? നീ എന്താ നാടൻ കളിക്കണം? എന്താണ് കൊച്ചുമുതലാളി? എനിക്കറിയില്ല. അറിയില്ലെങ്കിൽ നീ പോയി കണ്ടുപിടിക്കും. എന്താ കൊച്ചുമുതലാളി പറയുന്നത്? കണ്ടുപിടിക്കാൻ പറഞ്ഞ എങ്ങനെ കണ്ടുപിടിക്കാനാ? നിങ്ങൾ പറയുന്നത് കേൾക്കാൻ എനിക്കിഷ്ടം. പറയുന്നേ പ്ലീസ്. എടാ, ഈ വിഷയം ഇപ്പോഴാ ഒന്ന് ട്രാക്കിലായത്. ജസ്റ്റ് ഇതൊന്ന് ശരിയായി വരുന്നേ ഉള്ളൂ. കൺഗ്രാറ്റ്സ് കൊച്ചുമുതലാളി. ഒന്നിനെ കുറിച്ചോർത്തും ടെൻഷൻ അടിക്കണ്ട. എല്ലാം നല്ല കളറായിട്ട് നടക്കും. പക്ഷേ ആ കൊച്ചാരാണെന്ന് മാത്രം പറയുന്നേ പ്ലീസ്. ആക്ച്വലി ആ പെൺകുട്ടി ആരാന്ന് നിനക്കും അറിയാം. ഓക്കെ, ഇതുവരെയായിട്ടും ആ പെൺകുട്ടി ആരാന്ന് നിനക്ക് മനസ്സിലാവാത്ത സ്ഥിതിക്ക് അതൊരു സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. നമുക്ക് നോക്കാലോ നിനക്ക് ആ പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. അത് അങ്ങനെയല്ലേ. സർപ്രൈസ് ഈസ് ദ സർപ്രൈസ്. അപ്പൊ ഒന്ന് പറഞ്ഞു, സർപ്രൈസ് ഈസ് ദ സർപ്രൈസ്. ഇങ്ങനെയുള്ള കാര്യങ്ങള് പെട്ടെന്ന് അങ്ങനെ പറയാൻ പാടില്ലല്ലോ.
യു ക്യാരി ഓൺ. കൊച്ചുമുതലാളി ആണോ? ആ കൊച്ചിനെ എനിക്കും അറിയാന്ന് പറഞ്ഞ ആരാടാ അവള്? വീട്ടിലെ കൊച്ചുമുതലാളി, എത്രയും പെട്ടെന്ന് ഞാൻ അവളെ കണ്ടുപിടിക്കും. എന്തിനാണ് മായായിട്ട് നീ ഇങ്ങനെ ചെയ്യുന്നത്? എന്റെ ഹാർട്ട് മുഴുവൻ എങ്ങനെ പൊട്ടി തളർന്നിരിക്കുക. മനസ്സിലുള്ളതെല്ലാം തുറന്ന് പറയുന്നതിന് മുൻപ് വേറൊരു തരം കഷ്ടപ്പാടായിരുന്നു. ദേ ഇപ്പൊ നോക്കി, മനസ്സിലുള്ളതെല്ലാം തുറന്നു പറഞ്ഞപ്പോ വേറൊരു തരത്തിലുള്ള കഷ്ടപ്പാട് തുടങ്ങി. എന്തായാലും എന്നെ ഏതെങ്കിലും ഒരു പൊട്ടക്കണ്ടി കൊണ്ട് തള്ളിയാ മതിയല്ലോ അല്ലേ? എന്നാലും ഈ കഷ്ടപ്പാടിനൊരു പ്രത്യേക സുഖമൊക്കെയുണ്ട്. എനിക്കൊരു ഡൗട്ടുണ്ട്, സത്യം പറയണം. ഞാൻ വരച്ചു വെച്ച പൂക്കളും നീ കണ്ടില്ലായിരുന്നു? ഇല്ല, അതൊക്കെ നീ കണ്ടിട്ടുണ്ടാവും എന്നെ മനസ്സ് പറയുന്നുണ്ട്. അല്ലേ? പറയേ. നീ എങ്ങനെ പറയാനാ? ഞാൻ കൺമുമ്പിൽ വന്ന് നിന്ന് ചോദിച്ചാലും എനിക്ക് മറുപടി തരാറില്ലല്ലോ. ശിവാനി, ഒന്ന് മാത്രം സത്യം, നീ സ്നേഹം മറച്ചു വെക്കുന്നത് പോലെ ഞാൻ ചെയ്യില്ല.